ഒന്നും പറയാനില്ല, പൊളി ഐറ്റമാണ്. ഈ ഒരു ഒറ്റ ചിക്കൻ കറി മാത്രം മതി കേട്ടോ. നമുക്ക് ഒരുപാട് ചോറുണ്ടാൻ. നമ്മൾ ഒരേ ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കി മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ കറി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല, കുറച്ച് തൈര്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു വിസലിന് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി വരുന്ന ടൈമിൽ നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ, ഒരു 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം എടുത്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ക്യുമിൻ സീഡ് ഇട്ടതിന് ശേഷം സവാള ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിൻ്റെ അകത്തോട്ടിട്ട് എണ്ണ തെളിയുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ ഒരു പച്ചമണം മാറുന്നത് വരെ. പിന്നീട് നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ ചിക്കൻ മസാല കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് തുറന്നിട്ട് ഓപ്ഷനിലാണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രേവി തിക്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിൽ കുറക്കണമെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ചോറിന്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.